Hi my dear students, welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So, welcome to another lecture series of Income Tax Law and Practice. We are dealing with the module Set off and Carry Forward of Losses and Clubbing of Income. So, in the last class we have discussed about some provisions relating to set off of losses. Today we are going to discuss about the portion. What do you mean by carry forward of losses? Carry forward of losses. So, what do you mean by carry forward of losses? If the any amount of loss still remains during the previous year, which cannot be set off, that particular income can be carried forward to next year. നമ്മൾ പറഞ്ഞിരുന്നു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. സി ഫോർ എക്സാമ്പിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50,000 രൂപയുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 60,000 rupees ഉണ്ട്. നമുക്ക് എത്ര വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ? 50,000 വരെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ബാക്കി 10,000 നമ്മൾ എന്ത് കാണിക്കും? ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഒരു ലോസ് എത്ര വർഷം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് ഏത് ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് അത് കഴിഞ്ഞ വർഷത്തെ ലോസ് ആയിരിക്കുമല്ലോ. ഈ അസസ്മെന്റ് ഇയറിൽ നിന്നും അല്ലെങ്കിൽ ഈ പ്രീവിയസ് ഇയറിൽ നിന്നും അടുത്ത പ്രീവിയസ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് അത് കഴിഞ്ഞ വർഷത്തെ ലോസ് ആയിരിക്കുമല്ലോ. ആ പെർട്ടിക്കുലർ ഹെഡിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. ബട്ട് ആ വർഷം ഉണ്ടാകുന്ന ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ബാലൻസ് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം up to ₹2 lakhs. ബട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ലോസ് ആണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് ഈ പെർട്ടിക്കുലർ ഇയറിൽ നിന്ന് ആ പെർട്ടിക്കുലർ ഹെഡിൽ നിന്ന് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു ലോസ് എത്ര വർഷം സെറ്റ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഏത് ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. സോ വി ഹാവ് 6 losses here: loss of house property, loss from business or profession, loss from speculation business, short term capital loss, long term capital loss, loss from owning and maintaining racehorse. ഇത്രയും ലോസ് നമുക്ക് എപ്പോഴും ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എപ്പോഴും അസസിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതാണ്. ബിക്കോസ് അത്രയും ഇൻകം എന്ത് ചെയ്യാം, അയാൾക്ക് കുറഞ്ഞിരിക്കും അല്ലേ? അത്രയും ഇൻകം അയാൾക്ക് കുറയ്ക്കാം. ദെൻ അതുപോലെ തന്നെ അത്രയും ഇൻകം കുറയുന്നതോടൊപ്പം അയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയും. ഓക്കെ, ബട്ട് ഇത് കൂടുതൽ മുതലെടുക്കാതിരിക്കാൻ കൂടുതൽ മുതലെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ആക്ട് പറയുന്നു ഒരു ലോസ് ഇത്ര വർഷത്തേക്ക് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. നമ്പർ 1 is loss from house property can be carried forward to 8 number of years. എത്ര വർഷം മാത്രം നമുക്ക് carry forward ചെയ്യാൻ പറ്റൂ? 8 years, and it can be set off only from income from house property. നമ്മൾ carry forward ചെയ്ത ലോസ് അപ്പൊ നോക്കിക്കോണം, ഈ വർഷത്തെ ലോസ് ആണോ അതോ brought forward, that means carry forward ലോസ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ഹെഡിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. Next one is loss from business or profession. It can be carried forward to 8 number of years. It can be set, that means നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നമുക്ക് ലോസ് ഉണ്ടായാൽ can be set off from business income or from speculation profit. ബട്ട് നമുക്കൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ബിസിനസ് ലോസ് സ്പെക്കുലേഷൻ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ സ്പെക്കുലേഷൻ ലോസ് എവിടുന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ? ഓൺലി ഫ്രം സ്പെക്കുലേഷൻ പ്രോഫിറ്റ്. Third one is loss from speculation business. It can be years are namakku important. It can be set off carry forward to 4 number of years and can be set off only from speculation profit. Speculation loss can be set off only from speculation profit. Next one is short term capital loss. എത്ര വർഷം carry forward ചെയ്യാം? 8 number of years carry forward ചെയ്യാം and can be set off either from short term capital gain or long term capital gain. Next one is long term capital loss can be carried forward to 8 number of years and can be set off only from long term capital gain. That is important. Long term capital loss can be set off from long term capital gain. Then the last one is loss from owning and maintaining racehorse can be carried forward to 4 number of years. ആ
പർട്ടിക്കുലർ ഹെഡിൽ നിന്ന് മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ദി ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അപ്പം നമ്മൾ ഇവിടെ നോക്കേണ്ടത് what do you mean by carry forward of losses, then what are the losses to be carry forward. ഈ ലോസ് മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. ആ പർട്ടിക്കുലർ ലോസ് എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം, ഇനി ആ ക്യാരി ഫോർവേഡ് ലോസ് ഏത് ഹെഡിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം. സോ ഇതൊരു എസ്സേ പാർട്ടാണ്. നിങ്ങൾക്ക് എസ്സേ ചിലപ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്നായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ പഠിച്ച സെറ്റ് ഓഫിന്റെ പ്രൊവിഷൻ ദാറ്റ് മീൻസ് ഇന്റർ ഹെഡ് ആൻഡ് ഇൻട്രാ ഹെഡ് ആൻഡ് ക്യാരി ഫോർവേഡിന്റെ ഇത്രയും പോയിന്റ്സും നിങ്ങൾ ഇത് എഴുതുമ്പോൾ, എനിക്ക് നോട്ട് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് loss of house property. It can be carried forward to 8 number of years and can be set off from house property. Okay, the second one is it can be carried forward to 8 years and can be set off either from business income or speculation profit. So that's all about today's session. This is Asha SP signing off from Bosco Campus Vision.